രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ്. ആജ്ഞ, പ്രധാനമായും കണ്ടെയ്നർ കടലിലേക്ക് ഒഴുകുന്നു. 157ഓളം കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഈ രക്ഷാപ്രവർത്തനത്തിന് ഈ കടലിൽ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ ഒരു വെല്ലുവിളിയാകുന്നുണ്ടോ? ഹരികൃഷ്ണ, ഒരു നിശ്ചിത പെരിമീറ്റർ അകലത്തിൽ ഈ കണ്ടെയ്നറുകൾ നിർത്തി കരയിലേക്ക് അടുപ്പിക്കാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് തുടരുന്നത്. കാരണം 157 കണ്ടെയ്നറുകളിൽ നിന്നുള്ള ഹൈലി ഇൻഫ്ലെയിമബിൾ ആയിട്ടുള്ള വസ്തുക്കൾ എന്തൊക്കെയുണ്ട് എന്നുള്ള ലിസ്റ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ചിലത് വെള്ളത്തിൽ കലർന്നാൽ തന്നെ തീപിടിക്കുന്നവയാണ്, ചിലത് സ്പർശനം കൊണ്ടോ അതല്ലെങ്കിൽ ഘർഷണം കൊണ്ടോ ഒക്കെ തീപിടിക്കുന്ന വസ്തുക്കളുണ്ട്. ഇത്തരം സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് വലിയ അപകട സാധ്യതകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ഒരു നിശ്ചിത പെരിമീറ്റർ അകലത്തിൽ നിന്ന് പ്രത്യേകിച്ചും കൊച്ചി മുതൽ കോഴിക്കോട് വരെയുള്ള തീരത്ത് നിന്നും അകറ്റി നിർത്തി അതിനെ അവിടെ നിലനിർത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതേസമയം തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴും ഇപ്പോഴും കപ്പലിൽ ഈ പൊട്ടിത്തെറിക്കും ഈ പെട്ടെന്ന് തീ പിടിക്കുന്ന സാഹചര്യങ്ങളുള്ള വസ്തുക്കൾ ഉള്ളത് കൊണ്ടും അത് നിയന്ത്രണാതീതമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നത് ഈ കണ്ടെയ്നറുകളിലെ അത് എത്രത്തോളം രാസമലിനീകരണം ഉണ്ടാക്കും, പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കും തുടങ്ങിയ കാര്യങ്ങളാണ്. ഇത്തരത്തിൽ പ്രത്യേകിച്ചും കണ്ടെയ്നറുകൾ അടിക്കടി പൊട്ടിത്തെറിക്കുന്നത് രക്ഷാദൗത്യത്തിന് വിഘാതമാകുന്നുണ്ട്. മാത്രമല്ല കോസ്റ്റ് ഗാർഡിന്റെ 2 കപ്പലുകളാണ് അവിടെ എത്തിയിരുന്നത്. 4 കപ്പലുകൾ എത്തിയിട്ടുണ്ട്. അതായത് സജേത്, സമുദ്രപ്രഹരി, അർവേഷ്, രാജ്ദൂത് എന്നീ കപ്പലുകൾ ആണ് രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കപ്പലിന്റെ സമീപത്ത് തന്നെയുള്ളത്. ഈ കത്തുന്ന കപ്പലിനടുത്തേക്ക് നീങ്ങുക എന്നുള്ള ഒരു കാര്യം 72 മണിക്കൂർ കഴിഞ്ഞ സാഹചര്യത്തിൽ പോലും അത് കഴിയുന്നില്ല. അങ്ങേയറ്റം ദുഷ്കരമായി തന്നെ അവസ്ഥ തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം സാൽവേജ് ടീമും ടഗ് ബോട്ടുകളും ഉപയോഗിച്ചിട്ടാണ് സാൽവേജ് ടീമും ഇതിൽ സജീവമാണ്. ടഗ് ബോട്ടുകൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് കണ്ടെയ്നർ തടുക്കാനുള്ള ശ്രമങ്ങൾ, അതായത് തീരത്തേക്ക് അടിയുന്നത് തടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലാണ് കണ്ടെയ്നറിൽ ഉണ്ടായിരുന്ന ചരക്കുകൾ എത്രത്തോളം പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നതാണ് എന്നുള്ള സാഹചര്യം കൂടി കണക്കിലെടുത്തിട്ടാണ് ഈ നീക്കം കൂടിയുള്ളത്. ഇതിൽ 40 കണ്ടെയ്നറുകളിൽ പൊട്ടിത്തെറിക്കുന്ന വസ്തുക്കൾ തന്നെയാണ്. 25 കണ്ടെയ്നറുകൾ കടലിൽ വീണ വിവരങ്ങളാണ് വ്യക്തമായിരിക്കുന്നത്. അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ടഗ് ബോട്ടുകൾ ഉപയോഗിച്ച് തന്നെ ഈ കണ്ടെയ്നറുകളെ കരയിലേക്ക് വരാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പൂർണ്ണമായും നടക്കുന്നത്. കേരള തീരത്ത് കോഴിക്കോട് മുതൽ കൊച്ചി വരെയുള്ള ഭാഗങ്ങളിലേക്കാണ് തീരത്തേക്ക് അടുക്കാതിരിക്കാൻ നോക്കുന്നത്. എന്നിരുന്നാൽ പോലും രക്ഷാപ്രവർത്തനം അങ്ങേയറ്റം ദുഷ്കരമായി തുടരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വേദനാകരമായ വെല്ലുവിളി. അത് മാത്രമല്ല, രക്ഷാപ്രവർത്തനം പൂർണ്ണതോതിൽ പുരോഗമിക്കുകയാണെന്ന് ഇവിടെ ഡിഫൻസ് PRO അതുൽ പിള്ള അറിയിച്ചിരുന്നെങ്കിൽ പോലും അതിനൊരുപാട് വിഘാതങ്ങളുണ്ട് എന്ന് തന്നെയാണ് നേവി അറിയിക്കുന്നത്. ഇന്ത്യൻ നേവി അറിയിക്കുന്നതും അത്തരത്തിലാണ്. അതുപോലെ കപ്പൽ പൊട്ടിത്തെറിയിൽ കാണാതായിട്ടുള്ള 4 പേരെ ഇനിയും കണ്ടെത്താനായിട്ടുള്ള എന്നുള്ള വിഷമകരമായ അവസ്ഥയാണ്. ഒരു കപ്പലിൽ തന്നെ തുടരുന്നുണ്ടോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ കടലിലേക്ക് ചാടിയവർക്കൊപ്പം ചാടിയിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളൊന്നും ഇനിയും വ്യക്തത വന്നിട്ടില്ല. അതുപോലെ 6 പേരിൽ 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നുണ്ട്. 12 പേരുടെ എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡിന്റെ 2 കപ്പൽ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, 2 കപ്പൽ ഇന്നലെ രാത്രി മുതൽ തിരച്ചിൽ തുടരുകയാണ്. ഇന്ന് 2 കപ്പലുകൾ കൂടി ജോയിൻ ചെയ്ത് അതുപോലെ തന്നെ ഡ്രോണിയർ വിമാനങ്ങളും തിരച്ചിൽ നടത്തുന്നുണ്ട്. എന്തായാലും വലിയ ദുഷ്കരമായ ഒരു അവസ്ഥയാണ്. കാരണം നേവിയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് ഇതൊരു മേജർ തീപിടുത്തം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ അത് നിയന്ത്രണാതീതമാക്കി കഴിഞ്ഞാൽ, നിയന്ത്രണാതീതമാക്കി കഴിഞ്ഞാൽ അത് മൈനർ തീപിടുത്തം എന്നൊരു കാറ്റഗറിയിലേക്കാണ്. പക്ഷേ ഇത് മേജർ തീപിടുത്തം എന്ന്, കാരണം പ്രത്യേകിച്ചും മേജർ തീപിടുത്തം എന്നുള്ളൊരു കാറ്റഗറിയിലേക്കാണ് മാറുന്നത്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ ഹൈലി ഇൻഫ്ലെയിമബിൾ ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തീപിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളിൽ രാസവസ്തുക്കൾ, വിഷം, കൊടും വിഷം ആകുന്ന രാസവസ്തുക്കൾ തുടങ്ങിയ സാഹചര്യങ്ങളൊക്കെ കടമ്പകളൊക്കെ കടന്നു വേണം ഈ രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കാൻ. നിലവിൽ കേരള തീരത്ത് ഇത്തരം പറയുന്ന പരിസ്ഥിതി മലിനീകരണത്തിന്റെ പ്രശ്നങ്ങളൊന്നും നിലവിലില്ല എന്ന് പറയുമ്പോഴും അതിനെ തീരത്തേക്ക് അടുപ്പിക്കാതിരിക്കാനും കണ്ടെയ്നറുകൾ തീരത്തേക്ക് അടുക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടർന്നു വരുന്നുണ്ട്. ഹരീഷൻ, അത് തന്നെയാണ്. ഈ കണ്ടെയ്നറുകളോ ഈ രാസമാലിന്യമോ നമ്മുടെ തീരത്തേക്ക് വരാനുള്ളൊരു സാധ്യത എത്രമാത്രമാണ് എന്നുള്ളൊരു ചോദ്യവും കൂടിയുണ്ട്. കാരണം സ്വാഭാവികമായും ആളുകൾക്കിടയിൽ 2 ആഴ്ചക്കിടയിൽ രണ്ടാമത് നടക്കുന്ന ഒരു കപ്പൽ അപകടവും കൂടിയാണ്. അപ്പോൾ ഈ തീരത്തേക്ക് ഈ രാസമാലിന്യം അല്ലെങ്കിൽ ഈ കണ്ടെയ്നറുകളിലുള്ള ഈ വിഷവസ്തുക്കൾ തീരത്തേക്ക് അടിയാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എന്തായാലും സ്വാഭാവികമായും അത് തീരത്തേക്ക് അടിയാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ പോലും 20ഓളം കണ്ടെയ്നറുകൾ കടലിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിനകത്ത് വിഷവസ്തുക്കൾ ഉണ്ടെന്നും മനസ്സിലാക്കുന്നുണ്ട്. അത് തീരത്തേക്ക് അടിയാനുള്ളൊരു സാധ്യത നിലവിൽ കാണുന്നുണ്ടോ? അതിന് മാത്രം എന്തൊക്കെ സുരക്ഷകൾ
നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. ഹരീഷൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ടഗ് ബോട്ടുകൾ ഉപയോഗിച്ചിട്ട് ഇതിനെ അതായത് പ്രത്യേക പെരിമീറ്ററിനകത്ത് നിർത്തുന്ന പ്രൊസീജിയറാണ് നടക്കുന്നത്. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ തീരത്തേക്ക് കൊച്ചി മുതൽ കോഴിക്കോട് വരെയുള്ള കടൽ തീരത്തേക്കാണ് ഇത് അടുക്കാൻ സാധ്യതയെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അതിനെ ഉൾക്കടലിലേക്ക് നീക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ ഒരു പെരിമീറ്റർ ദൂരത്ത് നിർത്തിയ ശേഷം, ഒരു നിശ്ചിത പെരിമീറ്റർ ദൂരത്ത് നിർത്തിയ ശേഷം അതിനെ ഉൾക്കടലിലേക്ക് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഹൈലി ഇൻഫ്ലേമബിൾ ആയുള്ള വസ്തുക്കൾ അതിൽ തന്നെ ഉള്ളതുകൊണ്ടും അങ്ങേയറ്റം വിഷവസ്തുക്കൾ അതിനകത്തുള്ളത് കൊണ്ടും അത് ഏതൊക്കെ തരത്തിൽ ഈ രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ടവരെ ബാധിക്കുമെന്നുള്ളൊരു സാഹചര്യം കൂടി ചോദ്യചിഹ്നമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര സെൻസിറ്റീവായിട്ട് തന്നെയാണ് അത് രക്ഷാദൗത്യം കൈകാര്യം ചെയ്യുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം കപ്പലിലെ തീ ഇതുവരെയും അണഞ്ഞിട്ടില്ല. അത് മാത്രമല്ല കപ്പൽ ആരുടെ നിയന്ത്രണത്തിലുമല്ല എന്നുള്ളൊരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോഴും അതിൽ ഈ പൊട്ടിത്തെറിക്കുന്ന അല്ലെങ്കിൽ തീപിടിക്കുന്നതുമായ വസ്തുക്കൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അതേസമയം തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കപ്പലിന് ഒരു ഇടതുവശത്തേക്ക് ഒരു ചരിവുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കപ്പലിൽ നിന്നും തീയും പുകയും ഇപ്പോഴും ഉയർന്ന സാഹചര്യവും നിലവിലുണ്ട്. അത് ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ കപ്പലിൻ്റെ തീ നിയന്ത്രണാതീതമാക്കാനുള്ള ഒരു നിയന്ത്രണാതീതമായി പോയതിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് ഇത്തരം പെട്ടെന്ന് തീ പിടിക്കുന്ന വസ്തുക്കൾ അതിൽ കണ്ടെയ്നറുകൾ അത്തരത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അതിൽ പലതും പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഇനിയും പൊട്ടിത്തെറികൾ നടന്നേക്കാവുമോ എന്നുള്ള സാഹചര്യം കൂടി മുന്നിൽ കണ്ടു വേണം ഈ രക്ഷാദൗത്യത്തിന് കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുകളാണ് അവിടെ ഉള്ളത്. രക്ഷാദൗത്യത്തിൽ ഉള്ളവർ അത്തരം കാര്യങ്ങളെ കൂടി മാനിക്കേണ്ടതുണ്ട്. അതേസമയം ഈ 4 പേരെ കാണാനില്ല എന്നുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. 72 മണിക്കൂർ ശേഷമാണ് അതിനകത്ത് എന്തെങ്കിലും വ്യക്തത വരികയുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി ഈ നേവി വ്യക്തമാക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും 25 കണ്ടെയ്നറുകളാണ് കടലിൽ പോയിട്ടുള്ളത്. ഈ 25 കണ്ടെയ്നറുകളിലും വിഷവസ്തുക്കൾ അല്ലെങ്കിൽ ഈ പറയുന്നതുപോലെ ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള രാസവസ്തുക്കൾ അടങ്ങിയത് തന്നെയാണ്. അതാണ് തീരത്തേക്ക് അടുക്കാതിരിക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ കേരള തീരത്ത് പരിസ്ഥിതി പ്രശ്നങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ പരിസ്ഥിതി പ്രശ്നങ്ങൾ ബാധിക്കില്ല എന്നൊരു വിലയിരുത്തലാണ് ഉള്ളതെങ്കിൽ പോലും അതിനെ ഭാവിയിലേക്ക് അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങൾ കൂടിയാണ് പുരോഗമിക്കുന്നത്. ഹരികൃഷ്ണൻ, വ്യക്തമാണ്. അതോടൊപ്പം തന്നെ ഈ കാണാതായ 4 പേരെ കുറിച്ച് കൃത്യമായി അതിനൊരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പോലും സ്വാഭാവികമായും നേവിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന തിരച്ചിലുകൾ അത് കൂടുതൽ വ്യാപിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാകുന്നുണ്ട്. ഈ 4 പേരെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ, അതായത് നിലവിൽ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ പോലും വരും മണിക്കൂറുകളിൽ എന്തെങ്കിലും നേവിയുടെ ഭാഗത്തു നിന്നും അതിനെ സംബന്ധിച്ചുള്ള തിരച്ചിലുകൾ വ്യാപിപ്പിക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണാം. ഹരികൃഷ്ണൻ, ഓൾറെഡി അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായിരിക്കുകയാണ്. കാരണം ഈ കപ്പൽ അപകടത്തിൽ പെട്ടപ്പോൾ മുതൽ ഇന്നലെ മുതൽ ഈ ഒരു കാര്യം തന്നെയായിരുന്നു. കാരണം 4 പേര് ഉൾപ്പെട്ടിരുന്നു. ഈ 4 പേരെയും, അതായത് പ്രത്യേകിച്ച് ഒരു ഫയർ ഫൈറ്റിംഗ് പ്രൊസീജിയറിലായിരുന്നത് കൊണ്ടാണ് അവരേറ്റവും അവസാനം, അതായത് കപ്പലിൽ അപകടത്തിൽ പെട്ടു എന്നുള്ള ഇൻഫർമേഷൻ ലഭിച്ച ശേഷം മാത്രമേ അവർക്ക് അതിൽ നിന്ന് പുറത്തു കടക്കാനാകൂ എന്നുള്ളതാണ് അവരുടെ പ്രോട്ടോകോൾ. അതിനുവേണ്ടി കാത്തുനിന്നതാണോ എന്നറിയില്ല. പക്ഷേ ഈ കപ്പലിൻ്റെ നടുഭാഗത്തായിരുന്നു തീ ഉയർന്നത്. നടുഭാഗത്തു നിന്നും മറ്റ് 2 വശത്തേക്കും ആളുകളെ മാറ്റുക എന്നുള്ള സാഹചര്യം ആപ്ലിക്കബിൾ അല്ലാത്തതിനാലാണ് ഈ 18 പേര് കടലിലേക്ക് ചാടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 22 പേരായിരുന്നു കപ്പലിലുണ്ടായിരുന്നത്. അതേസമയം ഈ 4 പേരെ ഏത് സാഹചര്യത്തിലാണ് മിസ്സായത്? അവരോ ഈ 18 പേർക്കിപ്പോൾ അവരും കടലിലേക്ക് ചാടിയിരുന്നോ? അതല്ലെങ്കിൽ ഈ തീയിൽ പെട്ടുപോയതാണോ, അപകടത്തിൽ പെട്ടുപോയതാണോ? അതുമല്ലെങ്കിൽ ഈ ഉൾക്കടലിലേക്ക് ഈ ചാടുന്ന സാഹചര്യത്തിൽ രക്ഷാ മാനദണ്ഡങ്ങൾ ഉപയോഗിക്കാതെയാണോ ചാടിയിരുന്നത്? ഇത്തരം കാര്യങ്ങളൊക്കെ ഇനിയും അറിയാനുണ്ട്. ഈ 4 പേർക്ക് വേണ്ടിയുള്ളത്, കാരണം 18 പേര് ഇന്നലെ പലതരത്തിൽ ലൈഫ് ബോട്ടുകളും ഒക്കെ ഉപയോഗിച്ച് പലതരത്തിൽ അവരെ തീരത്തെത്തിച്ചിരുന്നു. പക്ഷേ ഈ 4 പേർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇന്നലെ മുതൽ ഊർജിതമാണ്. നേവി ആയാലും കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുകളായാലും ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നത്. ഇന്നലെ മുതൽ ഈ 4 പേരെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ള ആശങ്ക തന്നെയാണ് നിലനിൽക്കുന്നത്. അതിപ്പോഴും ആ ആശങ്ക തുടരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. കാരണം ഇതുവരെയും എവിടെയാണെന്നോ, അതല്ലെങ്കിൽ ഏത് തരത്തിലാണെന്നോ, അവർ അപകടത്തിൽപ്പെട്ടത് ആണോ, അതല്ലെങ്കിൽ അവർ രക്ഷപ്പെട്ടോ, തീയിൽപ്പെട്ടോ, അതല്ലെങ്കിൽ മറ്റേന്തെങ്കിലും തരത്തിൽ കടലിൽ ചാടുകയോ അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇനിയും നേവിക്കും കോസ്റ്റ് ഗാർഡിനും വ്യക്തമായിട്ടില്ല. വ്യക്തമാണ്. അതായത് ആ 4 പേരുടെ കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും
അവ്യക്തതകൾ തുടരുകയാണ് എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. ഇന്നലെ മുതൽ അവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഊർജിതമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഇപ്പോഴും എങ്ങനെയാണ് ആ 4 പേരുടെ ജീവൻ എങ്ങനെയാണ് ഇപ്പോൾ അവർ കടലിലേക്ക് ചാടിയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചൊന്നുള്ള ഒരു വ്യക്തതയും ലഭിച്ചിട്ടില്ല. ആകെ 22 പേരുണ്ടായിരുന്നിടത്ത് 18 പേരും ഇപ്പോൾ സുരക്ഷിതമായി തന്നെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ആ 4 ജീവനുകൾ അവരെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ തന്നെ ഉടനെ തന്നെ ലഭ്യമാകട്ടെ എന്നുള്ളതാണ്. വിവരങ്ങളാണ് KV ബൈജുവും ആജ്ഞ രവീന്ദ്രനും നൽകിയത്. കേരള തീരത്തുണ്ട്